തുടക്കം മുതൽ പക്ഷെ ഉണ്ടായിരുന്നില്ലേ? തുടക്കം മുതൽ CPM കോൺഗ്രസും എല്ലാവരും സംസാരിച്ചിരുന്നില്ലേ? ഇതിന്റെ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയം മുതൽ തന്നെ ജയിച്ചതിന് പിന്നാലെ ഇവരെല്ലാം പിന്തുണ തേടിയിരുന്നില്ലേ? ഇതിപ്പോ സുഗതൻ എപ്പോ സംസാരിച്ചതാ താങ്കളുമായിട്ട്? ഫാമിലി ആയിട്ട് സംസാരിച്ചു, അല്ലാണ്ട് BJP നേതൃത്വമായിട്ട് സംസാരം ഉണ്ടായിട്ടില്ല. അതായത് കൗൺസിൽ നന്നായിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ രാഷ്ട്രീയമില്ല, ഇത് ഈ പിന്തുണ BJPക്കുള്ളതല്ല. ഇല്ലില്ലേ സുഗത, ഇത് ഇലക്ഷൻ എന്റെ കൗൺസിൽ നന്നായി പോകണം. ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഇവിടെ കൗൺസിലിലെ കാര്യങ്ങൾ നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ BJPയുടെ ഈ കൗൺസിലിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ സഹായിക്കാൻ സുധീഷ് ഉണ്ടോ? നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ പറയും, തെറ്റ് ചെയ്താൽ ആവർത്തിക്കും. നല്ല രീതിയിൽ പോകണമെന്നുള്ളത് കൊണ്ടാണ്. കാപ്പ കേസിലെ പ്രതിയായ ഒരാൾ കൗൺസിലിൽ വന്നിരിക്കുന്നത് നല്ല കാര്യമാണ്. കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ കൗൺസിലിൽ വന്നിരിക്കുന്നതിന്റെ പൂർണ്ണമായി കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ സംസാരിക്കണം. എന്റെ ആശയത്തിനോ ഞാൻ വിശ്വസിക്കുന്ന രീതിക്കോ ഈ നാടിന് തെറ്റ് അല്ലെങ്കിൽ ഈ കൗൺസിലിൽ നിന്നൊരു തെറ്റുണ്ടായാൽ ഞാൻ പ്രതികരിക്കും. അതിന്റെ നിലപാടാണ്. അതിന് ഈ സമയത്ത് ഇപ്പോൾ CPM ആണോ കോൺഗ്രസ് ആണോ അവിടെ ഭരിച്ചിരുന്നാലും ഒരു കൗൺസിലറിന്റെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അയോഗ്യനാക്കാനോ അല്ലെങ്കിൽ കൗൺസിലിനെ അസ്ഥിരപ്പെടുത്തുന്ന നടപടിയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകും. ഞാനിത് എപ്പോഴും എനിക്ക് പറയേണ്ട കാര്യം BJPയുടെ കേസല്ല. ഞാൻ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാല് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സുഗതൻ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കൗൺസിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കോടതിയാണ് അത് പരിഹരിക്കാനുള്ളത്. അദ്ദേഹം ഒരു ലീവ് ആപ്ലിക്കേഷൻ പറയുമ്പോഴത്തേക്കും അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് അംഗീകരിക്കണമെന്നുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. ഈ പ്രതിപക്ഷത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, നിയമ നടപടികൾ വരണ്ടോട്ടെ. നിയമ നടപടികൾ വരുന്ന സമയത്ത് ആ സമയത്താണ് തീരുമാനം എടുക്കാനുള്ളത്. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF സ്വതന്ത്രം നിങ്ങൾ പറയുന്നതാണ് UDF സ്വതന്ത്രനാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഇടതുപക്ഷത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നെ അതിനുശേഷമുള്ള എൻ്റെ പ്രവർത്തനം കോൺഗ്രസ് ആണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് എനിക്കുണ്ടായ അന്നുള്ള പ്രശ്നത്തിന് പുറത്താണ് ഞാൻ സ്വതന്ത്രനായിട്ട് വരുന്നത്. അത് UDF സ്വതന്ത്രൻ എന്നത് നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. കാപ്പ കേസിലെ പ്രതിയായും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാപ്പ കേസിലായതും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിന്റെ നിയമവഴിക്ക് അത് നടന്നോട്ടെ. ഇപ്പോൾ ഒരു അപേക്ഷ വരുമ്പോൾ ഒരു കൗൺസിലറിനെ അദ്ദേഹം ഇലക്റ്റഡായി വന്നതാണ്. ആരും കൊണ്ട് വെറുതെ പേരെഴുതി വെച്ചിട്ടുള്ളതല്ല. ഞാൻ ഈ പറയുന്ന നാളെ എനിക്കിതൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്നാണ്. ആരായിരുന്നാലും കൂടെ നിന്ന് സഹായിക്കണമെന്നുള്ളതാണ്. അല്ലേ, സുഗതന്റെ ആവശ്യമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. BJP ഇനിയിപ്പോൾ നാളെ ഒരു ദോഷമായ കാര്യം വരെ ഞാൻ റിയാക്ട് ചെയ്യും. അത് വേറെ കാര്യം. അതെ.